ഞാൻ ഈ നല്ല സാധനങ്ങൾ നോക്കിയെടുക്കാൻ നല്ല എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷേ എന്തൊക്കെയോ അറിയാം. ഒരു 3-4 മാസമായിട്ട് എനിക്ക് വേണ്ടത് ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ പറ്റിയൊക്കെ കുറച്ച് ധാരണയൊക്കെ ഉണ്ട്. വിഷു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നോണ്ട് തന്നെ തക്കാളിയും പച്ചമുളകും ഒന്നും സ്റ്റോക്കിലില്ല, അതുകൊണ്ട് ഇവനെയും കൂട്ടി ഇറങ്ങിയതാ. ഇവനെയും കൂട്ടി ഇറങ്ങിയതിനെ കൊണ്ട് ഒരു ഉപകാരമുണ്ട്, എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഫുഡ് കഴിക്കാൻ പോരുന്നോന്ന് ചോദിച്ചിട്ടാ കൂട്ടിയിട്ട് വന്നേ. ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പോണം. ഗ്യാസിന്റെ അഭാവം കാരണം ഇവനിക്കൊന്നും ഫുഡ് കിട്ടുന്നില്ല. ഉച്ചക്ക് ഒരു നേരം ഫുഡ് കഴിക്കുന്നുള്ളൂ. റിലയൻസ് മാർട്ടിന്റെ അടുത്താ എന്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന കട, അപ്പൊ അവിടെയും കൂടി പോയിട്ട് വരാന്ന് വിചാരിച്ചു. ഇതിപ്പോ ഒരു പെർഫ്യൂമിന്റെ കടയാ. എന്ത് ഭംഗിയും എന്ത് സ്മെല്ലാണെന്ന് അറിയാം അതിന്റെ ഉള്ളില്. കൂടാണ്ട് AC-യും. അതിന്റെ പുറത്തും ഇറങ്ങിയപ്പോ അല്ലാ ഒടുക്കത്തെ ചൂട്. എന്തായാലും ഇവനോട് ഇപ്പൊ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു പോയല്ലോ, അപ്പൊ അവനെയും കൂട്ടി പോയല്ലേ പറ്റും. 2 മെസ്സിൽ പോയിട്ട് അവിടെ 2 ഗ്യാസ് ഇല്ലാത്തോണ്ട് ഫുഡില്ല. ഇത് 3ാമത്തെ മെസ്സാട്ടോ. മെസ്സിലാവുമ്പോ പൈസ കുറച്ച് ഫുഡ് കിട്ടും, അത് നല്ല ഫുഡും ആയിരിക്കും. ഞാനൊരു ഫുൾ കപ്സ് ഓർഡർ ചെയ്തു. അവനതൊന്നും തിന്നൂല, അതുകൊണ്ട് അവൻ വെറും ചോറ് ഓർഡർ ചെയ്ത്. ബീഫ് കഴിക്കുന്നോന്ന് ചോദിച്ചപ്പോ അവൻ പറയാ ബീഫ് ഞങ്ങളുടെ ദൈവമാണെന്ന്. എന്തോ കുറെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ബീഫ് ഭയങ്കര ടേസ്റ്റ് ആണ്, കഴിക്കണം എന്നൊക്കെ. ഈ മെസ്സിന്റെ പേര് സൈനബ മെസ് അങ്ങനെ എന്തൊക്കെയാ. എന്റെ കപ്സൊക്കെ 120 രൂപ, അതിനുള്ളതൊക്കെ ആ കപ്സൊക്കെ ഉണ്ട്. കണ്ടിട്ട് വെറും ചോറും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു 1/4 മണിക്കൂർ ഇരുന്നിട്ടാ എനിക്ക് ആ കപ്സ കിട്ടിയത്. ഒട്ടുക്കത്തെ തിരക്കാന്നേ അതിന്റെ ഉള്ളില്. ഇനി ഞാനൊന്ന് ചോറ് തിന്നോട്ടെ. ചൂസ്.